ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകുമ്പോൾ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ വീണ്ടും ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം എസ്പെഷ്യലി പറയാനുള്ളത്, നമ്മുടെ വാട്സാപ്പ് ചാനൽ എന്തായാലും ടെലിഗ്രാം ബാൻ വന്ന സമയത്ത് നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ ടെലിഗ്രാം ബാൻ വീണ്ടും വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുവാണെങ്കിൽ പാരലായിട്ട് നമ്മൾ വാട്സാപ്പ് ചാനലും റൺ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുക്കുന്നുണ്ട്. ഏതിലാണ്? നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. സോ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം പേര് അതിലും കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ടെലിഗ്രാം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകണ്ടല്ലോ, ഒരു ബാക്കപ്പ് ചാനലായിട്ട് വാട്സാപ്പ് ചാനൽ വയ്ക്കാം. അതും ഞാൻ ആക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന 24 പോയിന്റ് സബ്സൈഡിലാണ്. ആൻഡ് നാസ്ഡാക്ക് ആൻഡ് S&P 500 ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. കൊമോഡിറ്റീസ് അത്യാവശ്യം കൂൾ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അത് വരുന്ന ദിവസങ്ങളിൽ അത് ബെറ്റർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവ്ലിയാണ് ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DAX 153 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്തു. FTSE ആൻഡ് CAC പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് പ്രധാനപ്പെട്ട ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് കടക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 90 പോയിന്റ് സബ്സൈഡാണ്. 90 പോയിന്റ് സബ്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മേ ബി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 50 പോയിന്റ്സ് അബോവ് ഗ്യാപ്പ് അപ്പിനുള്ള പോസിബിലിറ്റി നിലവിലുണ്ട്. ഓക്കെ, എന്തായാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാൻ പോസിബിലിറ്റി ഇല്ല. ചെറിയ പോയിന്റ്സ് എങ്കിലും ഗ്യാപ്പ് അപ്പ് ആവാനാണ് നിലവിലെ അവസ്ഥയിൽ സാധ്യത. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സും എല്ലാം പരിശോധിക്കാം. നമുക്ക് നിക്കി 2300 പോയിന്റ് സബ്സൈഡിലാണ്, നല്ല ബുള്ളിഷാണ്. സ്ട്രൈറ്റ് ടൈംസ് 13 പോയിന്റ് സബ്സൈഡിലാണ്. ഹാങ്സൺ 245 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ വെയിറ്റഡ് 561 പോയിന്റ് സബ്സൈഡിലാണ്. കോസ്പി 442 പോയിന്റ് സബ്സൈഡിലാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സിൽ പൊതുവെ ഭേദപ്പെട്ട പെർഫോമൻസ് പല മാർക്കറ്റുകളും കാണിക്കുന്നുണ്ട്. അത് നമുക്കും പോസിറ്റീവാണ്. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നാളെ മാർക്കറ്റ് ഇല്ല. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. സോ മേ ബി നമുക്കൊരു ചെറിയ സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. നാളെ ഇല്ല, ശനിയാഴ്ചയില്ല, ഞായറാഴ്ചയില്ല. അപ്പം 3 ദിവസം മാർക്കറ്റ് ഹോളിഡേ വരികയാണ്. അപ്പം ട്രേഡ് എടുക്കുന്നവർ അത് ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലേക്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ പോവാം. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ വരച്ച ലെവൽസിന് അപ്പുറമോ ഇപ്പുറമോ മാർക്കറ്റ് നീങ്ങിയിട്ടില്ല. ഒന്ന് ഡിമാൻഡ് ഏരിയയിലേക്ക് വരുന്നു. ഡിമാൻഡ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു? ഒന്ന് അപ്സൈഡ് പോകുന്നു. ആൻഡ് അടുത്ത സപ്ലൈ റേഞ്ചിന്റെ സമീപത്ത് നിൽക്കുകയാണ്. സോ ഇതാണ് പറയുന്നത്, നമുക്ക് ലെവൽസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. ഇന്നലെ നമ്മൾ എന്താണോ തീരുമാനിച്ചത് അതുപോലെ തന്നെയാണ്. അപ്പോൾ 24,100 ബ്രേക്ക് ചെയ്യട്ടെ മാർക്കറ്റ്. കണ്ടില്ല, ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്ലൈ സോണിൽ ടച്ച് ചെയ്ത ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ മേ ബി മാർക്കറ്റ് അപ്സൈഡ് പോയി വീണ്ടും ഈ സപ്ലൈ സോണിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിൽ ഈ സപ്ലൈ സോണ് മാർക്കറ്റ് അതിജീവിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ലെവൽസ് ഞാൻ ഇന്നലെ വരച്ചു വെച്ചിരുന്ന അതേ ലെവൽസ് ഇന്നും കീപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ ഞാൻ കീപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കിയ ശേഷം ഞാൻ ലൈവ് മാർക്കറ്റ് ഡിസിഷൻസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നൊരു ബുള്ളിഷ് സെന്റിമെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരികയാണെങ്കിൽ മുകളിലത്തെ ലെവൽസ് എല്ലാം സപ്ലൈ സോൺസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും അതാണ് വെയിറ്റ് ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ ട്രേഡിംഗ് ലെവൽസ് ഇടാമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്ലൈ സോൺസ് ഇതൊക്കെയാണ്. 24,180 ആൻഡ് 24,240 ബാക്ക് ടു ബാക്ക് സപ്ലൈ സോൺസ് മാർക്കറ്റിലുണ്ട്. സോ ഞാനൊരു ട്രെൻഡിങ് ഡേ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രെൻഡിങ് ഡേ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പോട്ടെ. അപ്പം ഈ ഒരു സോൺസ് എല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്താലേ എനിക്കൊരു ഇതുള്ളൂ. 24,240 മിനിമം മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തില്ല. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പറയാം ട്രെൻഡിങ് സോണിലേക്ക് മാർക്കറ്റ് പോകുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കുക. താഴെ സെല്ലിംഗ് ലെവൽസ് ഞാൻ സെല്ല് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ള മേഖല 23,640 ആൻഡ് 23,480 എന്നുള്ള സോൺസ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂസസ് പരിശോധിക്കുകയാണെങ്കിൽ NLC ഇന്ത്യക്ക് ഒരുപാട് ഓർഡേഴ്സ്, അതായത് ഇന്നലെ ഒരു ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ് OREDA ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓപ്പറേഷൻ മെഞ്ചിനോസ് 1000 MV ഗ്രീൻ എനർജി പ്രൊജക്ട്സ് ഇൻ ഒഡീഷ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു NLC ഇന്ത്യക്ക് ഒരുപാട് ന്യൂസസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇന്നലെയും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. NLC ഇന്ത്യ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോൾഡ് ചെയ്യുവാണ് NLC ഇന്ത്യ. മിക്ക സ്റ്റോക്സും ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ് ഞാൻ അറിയിക്കാറുള്ളത്. ഞാൻ NLC ഇന്ത്യ ഈ ഒരു റേഞ്ചിൽ 328 റേഞ്ചിൽ അല്ലാതെ ഷോർട്ട് ടേമിനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോക്സ് SW സോളാർ ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്ത ശേഷം വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. രണ്ടും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്സ് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്, കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുകയാണ്.
പിന്നെ ഞാൻ NDR ഓട്ടോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഈ റേഞ്ചിൽ വാങ്ങി 880 റേഞ്ചിൽ അടുപ്പിച്ചാണ് വാങ്ങി, 865 880 റേഞ്ചിൽ വാങ്ങി. ഞാൻ ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റിയോടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പുൾ ബാക്ക് ഉണ്ടാവുമോ എന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സപ്പോർട്ട് സോണിലേക്കാണ് മാർക്കറ്റ് നീങ്ങുന്നത് NDR ഓട്ടോ. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഓക്കെ, പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഒരുപാട് കമ്പനികളിൽ ഞാൻ ചെറിയ ക്വാണ്ടിറ്റീസ് വാങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ റൺ ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ഞാൻ കുറേ കമ്പനികൾ വാങ്ങിയിട്ടുണ്ട്. കാര്യം എന്താ, ഞാൻ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് ഇത്തിരി സമാധാനത്തോടെയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ വോക്ക് ഫോർമയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാര്യം ഇതുപോലെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. വോക്ക് ഫോർമ പക്ഷെ ഒരു പ്യുവർ ബൈയിങ് ക്യാൻഡിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വോക്ക് ഫോർമ ഇതാണ് സപ്പോർട്ട് സോൺസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റേഞ്ച് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി. പിന്നെ ടിപ്സ് വരുമ്പോൾ ആഡ് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്സ് ഞാൻ റിസ്കി ആയിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. കാര്യം നമ്മൾ ക്വാണ്ടിറ്റി കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.